വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ജേർണി വിത്ത് റനായ. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു വീക്കെൻഡ് ആണ്, സാറ്റർഡേ ആണ്. സോ അപ്പൊ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നോക്കട്ടെ, ഡേ ഇൻ മൈ ലൈഫ് എത്രയും വരെ ഞാൻ അതിൽ കവർ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ എന്നാലും കുറച്ച് ദിവസമായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ അതുതന്നെ ഞാൻ ഓർക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ്. അപ്പൊ ഞാൻ രാവിലെ എണീറ്റു, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ഒന്ന് ആയി. ഇനിയിപ്പോ ഒന്ന് കഴിക്കാനൊക്കെ നോക്കണം, പിന്നെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് നോക്കണം. അതൊക്കെയാണ് ഇപ്പൊ ആദ്യം വിചാരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും ഇന്ന് ആദ്യമേ തന്നെ നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. എല്ലാവരുടെയും സാറ്റർഡേ നല്ലൊരു ദിവസം ഇന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പൊ ഞാന് സ്കിൻ കെയർ ചെയ്യാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മൾ വീട്ടിൽ നിൽക്കുകയാണല്ലോ, പിന്നെ അപ്പം അത് കാരണം ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീൻ ഇടുന്നത് പുറത്ത് പോകുന്നതെന്ന് ചോദിച്ചാൽ പുറത്ത് പോകുന്നില്ല. എന്നാലും ജസ്റ്റ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും സൺസ്ക്രീന് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്ന് അപ്ലൈ ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇനി സൺസ്ക്രീൻ ആണ് ഇത്. ലാക്മേയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചിരുന്നാൽ ഇറ്റ്സ് ഓക്കെ, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇച്ചിരി വെയിറ്റ് തോന്നിക്കാറുണ്ട് കേട്ടോ. ഇതിന് അത്ര ഇച്ചിരി ക്രീമി ആണെങ്കിലും ഇതിന് ഇത്തിരി ഒരു വെയിറ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ചിലർ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സൺസ്ക്രീൻ ആണല്ലോ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇതിന് ഇച്ചിരി ഒരു ക്രീമി ആ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട്. ഭയങ്കര ലിക്വിഡ് അല്ല ഇത്, പക്ഷെ എന്നാലും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല സംഭവമാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഒരു മണമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ജസ്റ്റ് നമ്മൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്തു. ഇനി ഒരു ലിപ്സ്റ്റിക്ക്, അത്രയേ ഉള്ളൂ. സാറ്റർഡേയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് അത്രയേ ഉള്ളൂ. ലിപ്സ്റ്റിക്കും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇല്ലാതെ ഒരു ലൈഫ് നമുക്കില്ല. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇല്ലാതെ പിന്നെയും ഞാൻ പോവും, ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ, എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം ഇടയ്ക്കൊക്കെ ഒന്ന് കമൻ്റ് ഇടണം. ഇടയ്ക്കൊക്കെ എനിക്ക് മെസ്സേജ് അയക്കണം. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ, വീഡിയോസൊക്കെ കാണാത്തപ്പോൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പിന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഹായ് റനായ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അത് നമുക്കൊരു പുതിയൊരു ഐഡൻറ്റിറ്റി തന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ജസ്റ്റ് എന്തായാലും ഒന്ന് കണ്ണെഴുതിയേക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എനിക്ക് മിററിൽ നോക്കിയാണെങ്കിലേ എനിക്ക് കണ്ണെഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാനൊരു സാഹസികത എടുത്ത് ഞാൻ ഇതിൽ നോക്കിയിട്ട് ഫോണിൻ്റെ ക്യാമറയിൽ നോക്കിയിട്ട് വരയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത്. എനിക്കത് ചെയ്ത് കാണിക്കണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ മിററിൽ നോക്കിയെങ്കിലേ എനിക്കത് സാധാരണ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും അതിങ്ങനെ ലീവ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രയും മതി, വീട്ടിൽ നിൽക്കുമല്ലോ. അപ്പോൾ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഇടുന്നതേ ഉള്ളൂ. നല്ല ഇത് ഐ പെൻസിലാണ് കേട്ടോ, നല്ലൊരു ഐ പെൻസിലാണ്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. എനിക്കിത് ഭയങ്കര നല്ല ബ്രാൻഡാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കിതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ബ്രാൻഡഡ് ആണോ നല്ലതാണോ എന്നൊന്നും ചോദിച്ചിരുന്നാൽ ആക്ച്വലി എനിക്ക് അറിയത്തില്ല. ഞാൻ സ്റ്റാൻഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. അപ്പം അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് കണ്ണിന് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അത് വല്ലാതെ ഭയങ്കര ബ്രാൻഡഡോ ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് എന്താണ് ഉള്ളത്, പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡ് ഇടണം എന്നാണ് ഞാൻ ഈ തപ്പുന്നത് കേട്ടോ. തൽക്കാലം നമുക്ക് മെറൂൺ ഷെയ്ഡ് തന്നെ ഇടാം. മെറൂൺ ആയിരുന്നു ഇപ്പം കുറച്ച് ദിവസമായിട്ട്
കണ്ടിന്യൂസ് ഇടുന്നത്. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഗ്ലിമ്മറിൻ്റെ ട്രെൻഡ്സിൽ നിന്ന് കിട്ടിയതായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ സ്കിൻ കെയറും അതൊക്കെ ഒന്ന് കഴിഞ്ഞു. ലിപ്സ്റ്റിക്കും ലിപ് ഷെയ്ഡ്സൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര വലിയ ഹെവി കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. ആക്ച്വലി ഞാനിന്ന് ഒന്നും വച്ചില്ല. അപ്പം ഇനിയിപ്പോൾ എനിക്ക് വെക്കാൻ മടിയാവുന്നത്. ഞാൻ ആലോചിക്കുകയാണ് രാവിലെ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. മിക്കപ്പോഴും ഞാൻ ഇഡ്ഡലി സാമ്പാർ തന്നെയായിരിക്കും ഓർഡർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും സാമ്പാർ അല്ലെങ്കിൽ ദോശയും സാമ്പാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ഞാൻ അത് ഏതെങ്കിലും തന്നെയായിരിക്കും ഓർഡർ ചെയ്യാൻ പോകുന്നത്. ലഞ്ച് നമുക്ക് കുക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ താഴെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്തിനിപ്പോൾ ഓർഡർ ചെയ്യേണ്ട, താഴെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ദോശയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ പണി കിട്ടിയടെ. കാര്യം എന്ന് വെച്ചിരുന്നാൽ ഭയങ്കര ഭീമാകാരം ദോശയായിപ്പോയി. ഞാൻ കുട്ടി ദോശയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കുഴപ്പമില്ല, കഴിക്കാം. അപ്പോൾ ഇനി നമ്മുടെ കുക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഭയങ്കര വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓൾമോസ്റ്റ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചോറും പിന്നെ കുറച്ച് കണവാത്തോരനും പച്ചക്ക മെഴുക്കുരട്ടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് അതായിരുന്നു ഞാനും കഴിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വന്നത്, രാവിലെ ഹസ്ബൻഡ് പട്ടിണി കിട്ടിയിട്ടാണ് വിട്ടത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചു. നമ്മുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അശോകന് ക്ഷീണം ആവാം. അപ്പോൾ ഇടയ്ക്കൊക്കെ പട്ടിണിയൊക്കെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ വൈകിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി. ഉച്ചയ്ക്ക് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ നല്ല അന്തസ്സായിട്ടങ്ങ് ഉറങ്ങി കേട്ടോ. ഒരു 2 മണിക്കൂർ നല്ല സുഖമായിട്ടങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീക്കെൻഡ്സിലേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ. ബാക്കിയുള്ള ദിവസമൊക്കെ എല്ലാം ഒരു മാരത്തോൺ റേസ് ആണല്ലോ. പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മസീർ മാളിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. പുതിയ ഒന്നും എടുത്തില്ലെങ്കിലും ചുമ്മാ ഇത് കറങ്ങി കാണുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. ഒരു സന്തോഷം. ഞാൻ ഒന്നും എടുത്തില്ല, പക്ഷേ ചുമ്മാ ഇതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെപ്പോലത്തെ ഇങ്ങനത്തെ സൈക്കോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ജസ്റ്റ് ഞാൻ സാലഡാണ് രാത്രി കഴിച്ചത്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ. പിന്നെ വളരെ ലേസി ആണോ എന്ന് വെച്ചാൽ ലേസിയും അല്ല, ആക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ ആക്റ്റീവും അല്ല. എന്തൊക്കെയോ ഒരു നോർമലായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ.